ഒന്നാമത്തെ ചോദ്യം, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുന്ന ഒരേയൊരു ഗ്രഹം ഏതാണ്? ഓപ്ഷൻസ്: എ വ്യാഴം, ബി ശനി, സി ചൊവ്വ, ഡി നെപ്റ്റ്യൂൺ. ആൻസർ ബി ശനി. ശനിയുടെ ശരാശരി സാന്ദ്രത വെള്ളത്തേക്കാൾ കുറവാണ്. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ഓപ്ഷൻസ്: എ സഹാറ, ബി ഗോബി, സി അന്റാർട്ടിക്ക, ഡി അറേബ്യൻ മരുഭൂമി. ആൻസർ സി അന്റാർട്ടിക്ക. മൂന്നാമത്തെ ചോദ്യം, മുറിയിലെ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻസ്: എ ഇരുമ്പ്, ബി ചെമ്പ്, സി മെർക്കുറി, ഡി അലുമിനിയം. ആൻസർ സി മെർക്കുറി. നാലാമത്തെ ചോദ്യം, മനുഷ്യശരീരത്തിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ നിർമ്മിക്കപ്പെടുന്ന പ്രധാന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻസ്: എ വൈറ്റമിൻ എ, ബി വൈറ്റമിൻ B12, സി വൈറ്റമിൻ സി, ഡി വൈറ്റമിൻ ഡി. ആൻസർ ഡി വൈറ്റമിൻ ഡി. അഞ്ചാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സമുദ്രം ഏതാണ്? ഓപ്ഷൻസ്: എ അറ്റ്ലാന്റിക്, ബി ഇന്ത്യൻ, സി പസഫിക്, ഡി ആർട്ടിക്. ആൻസർ സി പസഫിക് സമുദ്രം. ആറാമത്തെ ചോദ്യം, W എന്ന രാസചിഹ്നം ഏത് മൂലകത്തിന്റേതാണ്? ഓപ്ഷൻസ്: എ ടിൻ, ബി ടങ്സ്റ്റൺ, സി ടൈറ്റാനിയം, ഡി ടിൻ. ആൻസർ ബി ടങ്സ്റ്റൺ. ഏഴാമത്തെ ചോദ്യം, സ്വയം പറക്കാൻ കഴിവുള്ള ഏക സസ്തനി ഏതാണ്? ഓപ്ഷൻസ്: എ പറക്കുന്ന അണ്ണാൻ, ബി വവ്വാൽ, സി ലെമർ, ഡി കങ്കാരു. ആൻസർ ബി വവ്വാൽ. എട്ടാമത്തെ ചോദ്യം, വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: എ മധ്യപ്രദേശ്, ബി മഹാരാഷ്ട്ര, സി രാജസ്ഥാൻ, ഡി ഉത്തർപ്രദേശ്. ആൻസർ സി രാജസ്ഥാൻ. ഒമ്പതാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്നത് ഏതാണ്? ഓപ്ഷൻസ്: എ കരഭാഗം, ബി ജലം, സി മഞ്ഞുപാളി, ഡി മരുഭൂമി. ആൻസർ ബി ജലം. പത്താമത്തെ ചോദ്യം, രാത്രിയിൽ പല്ല് തേക്കാതെ ഇരുന്നാൽ ഏത് അവയവത്തിനാണ് രോഗം വരുന്നത്? ഓപ്ഷൻസ്: എ ഹൃദയം, ബി കരൾ, സി വൃക്ക, ഡി ത്വക്ക്. ആൻസർ എ ഹൃദയം. അതെ, രാത്രിയിൽ പല്ല് തേക്കാതെ കിടക്കുന്നത് ഹൃദയാരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റാർ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും വായയും ഹൃദയവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഇതിനു പിന്നിലെ പ്രധാന കാരണം ഇവയാണ്. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം പല്ല് തേച്ചില്ലെങ്കിൽ ഭക്ഷണ അവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകൾ വേഗത്തിൽ പെരുകുന്നു. ഇത് പല്ലിൽ പ്ലാക്ക് വരാനും ഒടുവിൽ മോണരോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. മോണയിൽ അണുബാധയുണ്ടാകുമ്പോൾ അവിടെയുള്ള സൂക്ഷ്മമായ രക്തക്കുഴലുകൾ വഴി ഈ ബാക്ടീരിയകൾ രക്തത്തിൽ കലരാൻ സാധ്യതയുണ്ട്. ഹൃദയത്തിലെത്തുന്ന ബാക്ടീരിയകൾ ഹൃദയത്തിലെ ധമനികളിലും വാൽവുകളിലും എത്തുമ്പോൾ അവിടെ വീക്കവും അണുബാധയുമുണ്ടാക്കാം. ഇത് ഹൃദയധമനികളിൽ കൊഴുപ്പും ബാക്ടീരിയകളും അടിഞ്ഞുകൂടി ഹൃദയാഘാതത്തിനും മറ്റ് ഹൃദ്രോഗങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. രാത്രി പല്ല് തേക്കാതിരുന്നാൽ ഉടനടി ഒരു ഹൃദയാഘാതം ഉണ്ടാകും എന്നല്ല ഇതിനർത്ഥം. മറിച്ച് വർഷങ്ങളോളം വായയുടെ ശുചിത്വം പാലിക്കാതിരിക്കുന്നത് ഹൃദ്രോഗസാധ്യത ഗണ്യമായി കൂട്ടും. രാത്രി കിടക്കുന്നതിനു മുൻപുള്ള ബ്രഷിംഗ് ആണ് ഏറ്റവും പ്രധാനം. രാത്രിയിൽ ഉമിനീരിന്റെ ഉൽപ്പാദനം കുറവായതിനാൽ ബാക്ടീരിയകൾക്ക് പെരുകാൻ അനുകൂല സാഹചര്യമാണ്.